വെൽക്കം ടു അവർ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ നമ്മൾ അച്ചു അനതുൽ, എൻ്റെ പേര് ശരിക്കുള്ള പേര് അശ്വതി, എൻ്റെ പേര് അതുൽ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് Q&A ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. നമ്മൾ നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലാണ് താമസിക്കുന്നത്. നാട്ടില് ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോടാണ്. ഞാൻ തിരുവമ്പാടിയും അതില് മേപ്പേരും. പിന്നെ ഞാനിവിടെ നെതർലൻഡ്സിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നെതർലൻഡ്സിൽ പ്രോഡക്റ്റ് ഡിസൈനർ അല്ലെങ്കിൽ UX ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ Q&Aയിലേക്ക് പോവാം. അപ്പോൾ ഈ Q&A എന്ന് പറയുന്നതും നമ്മളുടെ മറ്റു വ്ളോഗുകൾ പോലെ ഒരു ജേണിയാണ്. ഞങ്ങൾ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് വേറൊരു പോയിന്റിൽ വന്നെത്തുന്ന ഒരു Q&A ആയിരിക്കും ഇത്. യു വിൽ സീ ദ ബാക്ക്ഗ്രൗണ്ട് കീപ്സ് ചേഞ്ചിങ്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ എവിടെ എത്തിച്ചേരാന്നുള്ളത് നമുക്ക് പോകെ കാണാം. ലോകത്ത് ആദ്യമായിട്ട് ഒരാൾക്കാർ ഇങ്ങനെ Q&A എടുക്കണം. ഓക്കെ, വെൽക്കം ടു അവർ ഫസ്റ്റ് Q&A. തീരെ ഓഫാണ്. നമ്മള് നമ്മുടെ ചാനലിലെ ആദ്യത്തെ Q&A ചെയ്യാൻ പോണേ. നമ്മൾ 20K ആയപ്പോഴല്ലേ? 20K ആയി ചെയ്യണം എന്ന് വിചാരിച്ചു. ഇപ്പം കുറച്ച് സമയം അധികമായി, എന്നാലും ഇപ്പോഴെങ്കിലും ചെയ്യണ്ടേ. നമ്മള് അപ്പം നമ്മുടെ 20K ആയപ്പോൾ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മളോട് ചോദ്യം ചോദിക്കാനുള്ളവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. ഐ മീൻ ഇതിൽ കൂടുതൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. 10 ചോദ്യം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി. നമ്മൾ തന്നെ നിർബന്ധിച്ച് അവരെ കൊണ്ട് ചോദിപ്പിച്ച ചോദ്യങ്ങളാണ്. സാധാരണ നമ്മൾ Q&A നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെയല്ലേ ചെയ്യാം. അപ്പം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ട്രാവൽ കോണ്ടന്റിലായതുകൊണ്ട് ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു Q&A ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്നൊരു ബൈക്കിംഗ് ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ്. ബൈക്കിംഗ് ട്രിപ്പിലുള്ള ഓൺ ദ വേ ഇതാണ് സ്ഥലം. ടിപ്പിക്കൽ നെതർലാൻഡ്സ് ലാൻഡ്സ്കേപ്പ്. ഒരു സൈഡിൽ കടല്, ഒരു സൈഡിൽ പോൾഡർ ലാൻഡ്. അതിലൂടെ നമ്മൾ സൈക്കിൾ ഓടിച്ച് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇപ്പം പോയിപ്പോ ഏകദേശം അവിടെ വരെ എത്താറായി. അതായത് നല്ല ലൊക്കേഷൻ, അതായത് അതിന് ലൈറ്റിങ്ങും പിന്നെ ആൾക്കാർ കൂടുതൽ ഇല്ലാത്തൊരു സ്ഥലമൊക്കെ നോക്കി നോക്കി ഞങ്ങൾ ഇപ്പൊ ഡെസ്റ്റിനേഷന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൽ എത്തും. നമ്മൾ വിചാരിച്ച് നമ്മള് ഒരു മൂവിങ് Q&A ചെയ്യാന്ന്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ കണ്ടിട്ടില്ല. യൂട്യൂബിലെ കമന്റ് സെക്ഷനിൽ കണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ എഴുതിയതിന് ശേഷം അതിൽ കണ്ടിട്ടില്ല. അപ്പം ഈ ചോദ്യങ്ങളൊക്കെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ബുക്കിൽ ഞാനാണ് എഴുതിയത്, അതിലിത് കണ്ടിട്ടില്ല. അപ്പൊ അതിൽ ഇതൊരു സർപ്രൈസ് സ്പോണ്ടേനിയസ് ആൻസർ ആയിരിക്കും എന്റെ കയ്യിൽ നിന്നുണ്ടാവുക. പിന്നെ അതിൽ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് ചോയ്സ് ഉണ്ടല്ലോ, എഡിറ്റ് ചെയ്ത് കളയാൻ. ആദ്യത്തെ ക്വസ്റ്റ്യന്, ആസ് എ കപ്പിൾ വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ക്രിയേറ്റിംഗ് കോണ്ടന്റ് ടുഗദർ ആൻഡ് വെൻ ഇറ്റ് കംസ് ടു പ്ലാനിങ്, ഫിലിമിംഗ് ആൻഡ് എഡിറ്റിംഗ് and managing the channel, how do you balance the workload between two of you, or basically who puts more effort? ഇതാരാ ചോദിച്ചേ? ഞാൻ അതിന്റെ പേര് എഴുതിയെടുത്തിട്ടില്ല, കാരണം ഞാൻ എഴുതിയെടുത്തപ്പോൾ ആ യൂസർ ID എഴുതിയിട്ടില്ല. നമുക്ക് ആദ്യം പ്രോസ് പറഞ്ഞാലോ? ഓക്കെ, എനിക്ക് മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ആദ്യം തോന്നിയിട്ടുള്ളത്, സാധാരണ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ ഒരാൾ സോളോ ആയിട്ട് ചെയ്യുമ്പോൾ അയാൾ ക്യാമറ ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയാണല്ലോ സ്ഥലം. അപ്പം അയാളാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. ആ സ്ഥലം കുറച്ചുണ്ടാവും. ആൾക്കാർക്ക് അങ്ങനെ വീഡിയോ കാണാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു സ്ഥലത്ത് പോകുന്ന വീഡിയോ കാണാനാണല്ലോ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. അതല്ലാതെ അയാൾ ആ വീഡിയോയിൽ എന്താ പറയുക, വീഡിയോ സ്റ്റാറ്റിക്കായി വെക്കാതെ അയാൾ നടക്കുന്ന അയാളുടെ മൂവ്മെൻറ്റും കൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും നമ്മൾ രണ്ടുപേരുള്ളത് കൊണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ രണ്ടുപേരുടെയും സ്കിൽസ് ഭയങ്കര കോംപ്ലിമെന്ററി ആണ്. അതായത് അതുലിന് വീഡിയോ എടുക്കാൻ, എഡിറ്റ് ചെയ്യാൻ, ഫിലിമിങ് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, പിന്നെ കുറച്ച് പഠിക്കാനും ഇഷ്ടമാണ്. ഒരു സ്ഥലങ്ങളെ പറ്റി കിട്ടിയാൽ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ പഠിക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് എനിക്കത് നാച്ചുറലി കുറച്ചും കൂടെ ആ പ്രോസസ്സാണ് എൻജോയ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ ഒരു പ്രോ. ഇനി കോൺസ്, രണ്ടുപേരും കൂടെ ചെയ്യുമ്പോൾ കോൺസ് എന്താണ്? ഒരു മെയിൻ കോൺ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം, ഞങ്ങൾ രണ്ടുപേരും നല്ല സ്ട്രോങ് ഒപ്പീനിയൻസ് ഉള്ള ആൾക്കാരാണ്. ഒരു കാര്യം തന്നെ ഏതൊക്കെ രീതിയിൽ പ്രസന്റ് ചെയ്യാന്നുള്ളതിൽ ഞങ്ങൾ തമ്മിൽ ഒരു എന്താ പറയുക, ചിലപ്പോൾ 2 പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ നല്ല റിസൾട്ടിലും ഈൽഡ് ചെയ്യാറുണ്ട്, അത് ചില സമയത്ത് എന്താ പറയുക കോൺഫ്ലിക്റ്റിലും എൻഡ് അപ്പ് ചെയ്യാറുണ്ട്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഈ സ്ട്രോങ് ഒപ്പീനിയൻസും പിന്നെ കുറച്ച് രണ്ടുപേരുടേതായ ഈഗോ ഉണ്ട്. അപ്പം ഞാൻ പിടിച്ച മുതലാണ് 3 കൊമ്പ് എന്നുള്ള രീതി രണ്ടുപേരും നിൽക്കും. അപ്പൊ അതിന്റെ ഒരു പോസിറ്റീവ് ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലത്തിന് നമ്മൾ ഒരാൾ വിചാരിക്കുന്നേക്കാളും കുറച്ചും കൂടെ നന്നായിട്ടാണ് ഔട്ട്കം വരാറ്. അതാണ്. പക്ഷെ എന്റെ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സിന്റെ ഇടയ്ക്ക് ഒരുപാട് അടി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ചൊറിഞ്ഞ്
ആ ഒരു ലെവലിൽ എത്താറുണ്ട്. അതാണ് എനിക്ക് ഇതിലൊരു കൊടുക്കലും വാങ്ങലിലൂടെയാണ് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത പാർട്ട് ബേസിക്കലി ഇതാണ് ചോദിച്ചിരിക്കുന്നത്, വെൻ ഇറ്റ് കംസ് ടു നിങ്ങൾ ഹൗ ഡു യു ബാലൻസ് ദ വർക്ക് ലോഡ്, അല്ലെങ്കിൽ ചുമ്മാ ചോദിച്ചാൽ ഹൂ പുട്ട്സ് മോർ എഫേർട്ട്. ഞാൻ പറയാം അതിനുള്ള ഉത്തരം. ഓഫ് കോഴ്സ് അതിലാണ്. ഒരു സ്ഥലത്ത് പോകുന്നതിന്റെ മുന്നേ ആ സ്ഥലത്തെ പറ്റി പഠിക്കുക, അതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ മൊമെന്റിൽ നിന്ന് പറയുക, ആ സ്ഥലങ്ങൾ കാണിക്കുക, അവിടെ മാത്രമാണ് എനിക്ക് എഫേർട്ട് ഉള്ളത്. വൺസ് ഈ നമ്മൾ ട്രിപ്പ് പോയി വന്ന് കഴിഞ്ഞിട്ടുള്ള പണി മൊത്തം അതിലാണ് എഡിറ്റ് ചെയ്യുക, അതിന്റെ മ്യൂസിക് കണ്ടുപിടിക്കുക. ഈ പ്രാവശ്യം എന്തെങ്കിലും എല്ലാ വ്ളോഗും മോണോട്ടോണസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അത് ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഒരു ഓണസ്റ്റ് എഫേർട്ട് നമ്മൾ ഇടാറുണ്ട്. നോൺ ലീനിയർ ആയിട്ട് കഥകൾ പറയാം, സ്റ്റോറി ടെല്ലിംഗിൽ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇവിടെ ഞാൻ ആകെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ഒരു സ്റ്റോറി ലൈൻ സെറ്റ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അല്ലേ പറയാൻ പോവാ. അത് രണ്ട് രീതിയിൽ നടക്കും. ഞാനൊരു സ്റ്റോറി ഉണ്ടാക്കും, ചിലപ്പം അച്ഛനും അത് ഇഷ്ടപ്പെടും, നമ്മൾ അത് എടുക്കും. അല്ലെങ്കിൽ അതിന് എന്താ പറയുക, അതിനെ കുറച്ചുകൂടെ ബെറ്റർ ചെയ്യാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ അച്ചു പറയും, അപ്പം ഞാനത് ചിലപ്പോൾ ഇരുന്ന് വീണ്ടും റീഎഡിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ചില സമയത്ത് അച്ചു ആദ്യം തന്നെ ഐഡിയ ആയിട്ട് വരും, നമുക്കിത് ഇങ്ങനെ ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യും. ഏത് രീതിയിൽ അത് എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ആ ഒരു എഡിറ്റിംഗ് ടേബിളിൽ വെച്ചിട്ട് അത് നടക്കാറുണ്ട്. ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എഫേർട്ടിന്റെ കാര്യത്തിൽ ഒരു 70-30 ആണ് ഈ ഷോയിൽ നടക്കാറ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു പ്രിപ്പയർ യുവർ ട്രാവൽ യൂഷ്വലി? നമ്മൾ കൂടുതലും പോകുന്നത് നമുക്ക് പോകണം എന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങളാണ്. അപ്പം അവിടെ ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമ്മൾ കവർ ചെയ്യും. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് റിസർച്ച് ചെയ്യും. ഭയങ്കരമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, നമ്മളങ്ങ് പോവും. പിന്നെ ആ മൊമെന്റിൽ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത് ഡോക്യുമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ, ആ ട്രിപ്പിന്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാണണമെന്ന് ആഗ്രഹമുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം നോക്കി പിടിച്ച് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യാറുള്ളത്. നമ്മുടെ ഐറ്റിനറി മൊത്തം തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ അതെങ്ങനെ കവർ ചെയ്യാന്നുള്ളതും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യും. പോകുന്നതിന്റെ മുന്നേ നമ്മൾ ഏകദേശം ഒരു പോകുന്ന സ്ഥലത്തിന്റെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് പോകാറ്. ഇപ്പൊ 5 days ആണെങ്കിൽ ആ ദിവസത്ത് ആ 5 ദിവസത്തിൽ ഏതൊക്കെ സ്ഥലത്ത് പോകണം എന്നുള്ള ഒരു ചെറിയൊരു ധാരണ നമുക്ക് ഉണ്ടാവും. പിന്നെ ഡേ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് രാവിലെ പോകുന്നതാണോ നല്ലത്, അല്ല വൈകുന്നേരം സൺസെറ്റ് കാണാൻ പോകുന്നതാണോ നല്ലത്, ആ കാര്യം കൂടെ നോക്കും. ഭയങ്കര തിരക്കുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഇപ്പൊ നമ്മള് വീക്കെൻഡ്സ് പോവാതെ നമ്മൾ വീക്ക് ഡേ പോകാൻ ശ്രമിക്കും. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ. ഒരു മാർക്കറ്റ് പോവാണെങ്കിൽ ക്രൗഡ് ഉള്ള ടൈമിൽ പോകണം. അതേസമയം നമുക്കിപ്പം ഏതെങ്കിലും ഒരു സീനിക് ആയിട്ടുള്ള സ്ഥലം ക്രൗഡ് ഇല്ലാത്ത സമയത്ത് പോകണം. അങ്ങനത്തെ കാര്യങ്ങളും കൂടെ പ്ലാൻ ചെയ്യും. ഈ ചോദ്യം കൂടെ കഴിഞ്ഞ് നമ്മളിവിടുന്ന് ലൊക്കേഷൻ മാറുന്നതാണ്. ഹൗ ഡു യു നോ സോ മച്ച് ഹിസ്റ്ററി അബൌട്ട് ദ പ്ലേസസ് യു വിസിറ്റ്? അതിൽ പറയാതിന് ഉത്തരം. ഞാൻ കൂടുതലും കവർ ചെയ്യുന്ന ആംഗിള് ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആർട്ട് റിലേറ്റഡ് ആസ്പെക്റ്റ് ആണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത്. ഞാൻ അത് തന്നെയാണ് പഠിച്ചതും. അപ്പം ആ സാധനങ്ങൾ ആണ് കൂടുതലും പറയാൻ ശ്രമിക്കാറ്. അത് ചില സാധനങ്ങൾ ഹിസ്റ്ററി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. പിന്നെ ഹിസ്റ്ററി പഠിക്കാൻ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് വന്നത് ശരിക്കും ഇങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ സ്ഥലത്ത് പോകുമ്പോഴാണ്. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അത് നമ്മൾ ചുമ്മാ ബൈഹാർട്ട് ചെയ്യാന്നല്ലാതെ ഈ സ്ഥലമൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഇറ്റ് മേക്സ് മോർ സെൻസ്, അല്ലെങ്കിൽ അത് അറിയണം എന്നുള്ള താല്പര്യം കൂടുതൽ വരുന്നത് കൊണ്ടാണ് അത് നമ്മൾ കുറച്ച് വായിച്ചിട്ട് പോകുന്നത്. അതായത് ഇപ്പൊ നമ്മള് ബെർലിനിലൊക്കെ പോയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വേൾഡ് വാറിനെ പറ്റിയൊക്കെ പഠിക്കുമ്പം ഈ ജർമ്മനി, ഇറ്റലി ഇതെല്ലാം നമ്മള് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അറ്റ്ലീസ്റ്റ് മാപ്പിലൊന്നും കാണിച്ചിട്ടൊന്നും അല്ലായിരുന്നു പഠിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ഓക്കെ ജർമ്മനി, ഇറ്റലി അങ്ങനെയുണ്ട്, നെതർലൻഡ്സ് ഉണ്ടെന്ന് അറിയാന്നല്ലാതെ ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് നമുക്കിത് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ പണ്ട് കുറെ പഠിച്ചു പോയ കാര്യങ്ങൾ ശരിക്കും ഒന്നും കൂടെ ഫീൽ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഇവിടെ ട്രാവൽ ചെയ്യുമ്പോഴാണ്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രസ്റ്റും കൂടെ നമുക്ക് രണ്ടാക്കും വരാറുണ്ടല്ലേ. അതാണല്ലേ, അങ്ങനെയാണല്ലേ. നമ്മളിപ്പം ബെർലിൻ വാളൊക്കെ ചെന്ന് കണ്ടപ്പോൾ നമുക്കിങ്ങനെ എന്റെ അമ്മേന്ന് തോന്നാൻ നമ്മൾ ശരിക്കും ഭയങ്കര ക്യൂരിയസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ കൂടുതൽ ആ ഹിസ്റ്ററിയും കൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ മിസ് ഔട്ട് ചെയ്ത ഇൻഫർമേഷൻ നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന പോലെയായിരുന്നു അല്ലെ. സ്കൂളിലൊക്കെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നതിന്റെ ഒരു ആവശ്യകത എന്താന്ന് തിരിച്ചറിഞ്ഞത് ശരിക്കും ആ ഹിസ്റ്റോറിക്കൽ സ്ഥലത്ത് പോയപ്പോഴാണ്. അപ്പൊ നമുക്ക് ചേഞ്ച് ഓഫ് ലൊക്കേഷൻ. Ready? Yes. Fourth question. As YouTubers, how do you draw the line between your personal life and your content, aside from what viewers request? In other way, how do you decide what from your life should be a content and what not? നമ്മളിത് തുടങ്ങിയ സമയത്ത് പേഴ്സണൽ കോണ്ടന്റ് ഒന്നും ഷെയർ ചെയ്യേണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അത് ഇപ്പോഴും ഷെയർ ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നതും.
പക്ഷേ നമ്മൾ ആരാണ്, നമ്മളുടെ ചെറിയ ചില ഡീറ്റെയിൽസ് അറിയാതെ ആൾക്കാർ എന്തിനാ നമ്മളെ വീഡിയോ കാണണം, അങ്ങനെ തോന്നിയ സമയത്താണ് കുറച്ച് ഇപ്പം ഈ ചെയ്യുന്ന കാര്യം പോലും ആണെങ്കിലും നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഒരു പരിധിക്കപ്പുറം പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല, അച്ഛനും താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ മീൻ അങ്ങനെ കാണിക്കുന്നതിനോട് നമുക്ക് നോ ഒഫൻസ്, പക്ഷെ അത് എങ്ങനെയാ പറയണ്ടേ, ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫ് അങ്ങനെ കാണിക്കാൻ മാത്രമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ രാവിലെ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീക്കെൻഡിൽ നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നു. ഒന്നും കാണിക്കേണ്ടത് തന്നെയാണ് നമ്മുടെ തീരുമാനം. പക്ഷെ ഈ Q&A പോലും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആൾക്കാർ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കാണുന്നതിനേക്കാളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ, അവർക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാര്, അവരെ കുറച്ചറിയുന്നതും കൂടെ ആൾക്കാർ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കാണിക്കുമ്പോഴല്ലേ കാണാൻ ഇഷ്ടം ഉണ്ടാവുക എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഫാമിലിനെയോ ഫ്രണ്ട്സിനെയോ അതുപോലെ ഇപ്പൊ നമുക്ക് ഇവിടുത്തെ കൊളീഗ്സ് ഉണ്ട്, ഡച്ച് കൊളീഗ്സ് ഒക്കെ ഉണ്ട്, അവർക്ക് താല്പര്യമുണ്ട്, അവർ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ അത് കാണിക്കുകയല്ലാതെ നമ്മൾ ഒരിക്കലും അവരെ ഫേസ് ഇതിലേക്ക് കോണ്ടന്റ് ആക്കാൻ വേണ്ടി ചെയ്യാറില്ല. അതുപോലെ അവരുടെ ഫേസ് ഇതിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ മാക്സിമം പറ്റുന്നത്രയും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ എന്ത് കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഇതുപോലെ തന്നെ ഇപ്പൊ Q&A ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന, നമ്മൾ എവിടേക്കെങ്കിലും പോകുന്ന കാര്യങ്ങൾ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഇത് കോണ്ടന്റ് ആക്കിയ രസമായിരിക്കും എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണിക്കാറ്. പിന്നെ വ്യൂവേഴ്സ് റിക്വസ്റ്റ്, അങ്ങനെ നമുക്ക് റിക്വസ്റ്റുകളൊന്നും വരാറില്ല. ആ കൂടെ നമ്മളെ യൂട്യൂബിൽ കമന്റ് ചെയ്യുന്ന സതീഷ് ഉണ്ടായിരുന്നു. സതീഷ് നമ്മളോട് പറയും സ്വിറ്റ്സർലൻഡിൽ പോകുന്നില്ലേ. സതീഷ് മാത്രമാണ് നമ്മളോട് ഒരു സ്ഥലത്ത് പോവാനായിട്ട് അവിടെ പോകൂ എന്ന് പറഞ്ഞൊരു വ്യൂവേഴ്സ് റിക്വസ്റ്റ് വന്നിട്ടുള്ളത് അല്ലേ? ഒരേ ഒരു കമന്റ് അതാണ്, ഈ സ്ഥലത്ത് പോകുന്നു പറഞ്ഞ് വന്നിട്ടുള്ളത്. അടുത്ത നമ്മൾ ഈ ചോദ്യമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ആൻഡ് ഐ നോ ഹു ആസ്ക്ഡ് ദിസ്. എന്റെ ഫ്രണ്ട് ആണ് കേട്ടോ. വൈ ആർ യു നോട്ട് ഷോയിങ് യുവർ പേഴ്സണൽ ലൈഫ് ഓർ ബേസിക്കലി എ ഡേ ഇൻ മൈ ലൈഫ് ഓഫ് യുവർ കോണ്ടന്റ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും അങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി വെരി ബോറിംഗ്. കാരണം മൺഡേ ടു ഫ്രൈഡേ നമ്മൾ 9 to 5 ജോബ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയങ്ങൾ, ഇപ്പൊ ഈവനിങ്സ് ആണെങ്കിൽ നമ്മൾ കുഞ്ഞു ഷോർട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വൈകുന്നേരം പോയി ചെയ്യും. പിന്നെ സാറ്റർഡേ സൺഡേ ഇതുപോലെ നെതർലൻഡ്സ് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കും. ഇനി കുറച്ചും കൂടി ഒരു ബിഗ് ട്രാവൽ ആണെങ്കിൽ നമ്മളത് ഓൾമോസ്റ്റ് അതിന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് നിങ്ങൾ കാണാറ്. ഇപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങി വൈകിട്ട് വരെയുള്ള കോണ്ടന്റ് നിങ്ങൾ കാണാറുണ്ട് ആക്ച്വലി. സോ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൽ ആക്ച്വലി ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾ കാണാറുണ്ട്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതവിടെ ഉണ്ട്. കാറ്റടിച്ചിട്ട് കണ്ണെന്ന് വെള്ളം നിൽക്കുന്നില്ല. ഇതാണ് നെതർലൻഡ്സിന്റെ പ്രത്യേകത. ഇപ്പൊ കണ്ടില്ലേ, ഞങ്ങളൊട്ടും പ്രിപ്പയർഡ് അല്ല. മഴത്തുള്ളികളാണ് അതിന്റെ മീത്ത് ഇങ്ങനെ കാണുന്നത്. ഐ മീൻ ആസ് സ്കാൻഡിനേവിയൻസ് സേ there is no bad weather, it's only bad clothing. നമ്മൾ പ്രിപ്പയർഡ് അല്ല മഴയ്ക്ക് വേണ്ടി. പക്ഷെ എങ്ങനെയാണ് എനി ഡേ ക്യാൻ ബി 15 ഡിഗ്രി, പക്ഷെ അതേപോലെ തന്നെ എനി ഡേ ക്യാൻ ബി റെയിനി ഡേ. സമ്മർ ആണ്, സമ്മർ. നെതർലൻഡ്സിലെ സമ്മർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികം നേരം ക്യാമറയിൽ നമുക്ക് മഴയും കൊള്ളിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോവാണേ. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ലഞ്ച് ഒക്കെ കഴിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഡെസ്റ്റിനേഷൻ കണ്ടേ? മൗഡസ്ലോട്ട് കാസൽ. ആരും പേടിക്കണ്ട, കാസലിന്റെ ആകമൊന്നും കാണിക്കാൻ പോകുന്നില്ല ഇതില്. ഇത് Q&A തന്നെയാണ്. നമ്മളത് ആരും ഹിസ്റ്ററി പേടിക്കണ്ട. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കമന്റ് ആണ്, നിങ്ങൾ കുറെ ഹിസ്റ്ററി പറയുന്നത്. ഇല്ല, ഇത് Q&A മാത്രമാണ്. ചോദിക്കട്ടെ ഞാൻ, ഇഫ് മേക്കിംഗ് വീഡിയോസ് ഇസ് വൺ ഓഫ് യുവർ പ്രയോറിറ്റീസ് ഓർ വിൽ ബിക്കം വൺ, ഡു യു തിങ്ക് യു മിസ് ഔട്ട് ഓൺ സം ഓഫ് ദ സ്മോൾ മൊമെന്റ്സ് ബിറ്റ്വീൻ ടു ഓഫ് യു ഓർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി? നമ്മൾ രണ്ടുപേരും യാത്ര ചെയ്യുമ്പം എനിക്കത് അത്ര സ്ട്രൈക്കിംഗ് ആയി തോന്നാറില്ല. പിന്നെ ഞാൻ ഓവർ എ ടൈം കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ക്യാമറയിലൂടെ ലോകം കണ്ട് എനിക്കിപ്പോൾ ഒരു സ്ഥലം എൻജോയ് ചെയ്യണമെങ്കിൽ അത് ക്യാമറയിലൂടെ കണ്ടാലേ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. സോ ഐ എൻജോയ് ദാറ്റ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമയത്ത് അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു പ്രഷർ എൻ്റെ മേത്ത് ബിൽഡ് ചെയ്യാറുണ്ട്. പക്ഷേ നല്ല മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളായതുകൊണ്ട് എനിക്കധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടില്ല ഇതുവരെ. ഓക്കെ, എൻ്റെ കേസിൽ എനിക്ക് ഈ മൊമെന്റ്സ് മിസ് ഔട്ട് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. ഐ മീൻ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന്റെ മുന്നേ ട്രാവൽ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പോലെ അല്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ. ഐ മീൻ പണ്ടും അതിൽ വീഡിയോ എടുക്കാൻ, ഐ മീൻ ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ അതിൽ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എവിടെ ഇട്ടില്ലേ തന്നെ അതിലിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി അതിലെപ്പോഴും വീഡിയോസും ഫോട്ടോസും എടുക്കുമായിരുന്നു. പക്ഷെ ഇത്തോതിലില്ലല്ലോ. ഇപ്പൊ ഈ തോതിൽ എടുക്കാൻ തുടങ്ങിയപ്പം ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് പോയി നല്ലൊരു സൺസെറ്റ് കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കിങ്ങനെ അതിലെൻ്റെ കൂടെ ഇരുന്നിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് അതുലിനെയും അല്ലെങ്കിൽ നമ്മുടെ ആ മൊമെന്റ്സ് ഒക്കെ എനിക്ക് മിസ് ചെയ്യാറുണ്ട് പേഴ്സണലി. പക്ഷേ വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ഇപ്പം ഞാനത് ഓപ്പൺ ആയിട്ട് അതുലിനോട് പറയുന്നു,
എനിക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ട്, പ്രശ്നമുണ്ട്. അപ്പൊ അതിലത് അതിന്റെ ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം യെസ്, ഐ ഡു മിസ് മൊമെന്റ്സ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിലും എനിക്ക് അവരുടെ കൂടെ കറങ്ങാം, അല്ലെങ്കിൽ അവരെ തേർഡ് വീൽ ചെയ്യാം, അതിൽ ആ വഴിക്ക് അങ്ങ് പോയാൽ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യം ചെയ്യുമ്പം എല്ലാവരും കുറച്ച് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന എല്ലാ ട്രിപ്പും നമ്മളൊരു വ്ളോഗ് ആക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ ഒരു 3-4 ട്രിപ്പ് പോയതിനു ശേഷം ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പോ അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ഗെറ്റവേയോ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എടുക്കാറില്ല. നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ എടുക്കും. പിന്നെ ചില കാര്യങ്ങൾ ഇത് ഡോക്യുമെന്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇത് നമുക്ക് പേഴ്സണലാണ്, അത് നമ്മൾ പേഴ്സണലായിട്ട് തന്നെ വെക്കും. എന്നാലും ഐ ഡു മിസ്. 6 ഹാവ് യു എവർ ഹാഡ് എ സീരിയസ് ഡിസഗ്രിമെന്റ് അബൌട്ട് എ വീഡിയോ? ഹൗ ഡു യു റിസോൾവ് ഇറ്റ്? നമ്മൾ രണ്ടുപേരും ഭയങ്കര റാഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ അതിങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ മാറ്റി എഡിറ്റ് ചെയ്യണം എന്നുള്ളതിന് ഒരു റീസണബിൾ റീസൺ ഉണ്ടാവുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവുന്നതായി ഞാൻ ഓർക്കുന്നില്ല. അതായത് ലോങ് വീഡിയോസിലൊന്നും ഇതുവരെ ഇല്ല, പക്ഷെ നമ്മൾ ഈ യൂട്യൂബ് ഷോർട്സ് ചെയ്യുമല്ലോ, അപ്പൊ നമ്മൾ തമ്മിൽ ഡിസഗ്രിമെന്റ് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്ത 2 ഷോർട്സ്, അതിൽ എനിക്ക് 2ലും ഒന്നൊരു LGBTQIA ഫ്ലാഗിന്റെ ഒരു വീഡിയോ, 2 ഒരു കൊക്കക്കോള ക്യാമ്പയിൻ്റെ ഒരു വീഡിയോ. ഇത് 2ഉം എനിക്ക് ആ വീഡിയോ പുറത്ത് വിടണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷോർട്സ് ചെയ്യണോ എന്നുള്ളതിൽ ഡൗട്ട്ഫുൾ ആയിരുന്നു ഞാൻ. അപ്പോൾ അതിൽ ആ സിറ്റുവേഷനിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്നോട് പറയും, നീ ഇപ്പം ഈ മൊമെന്റ് മിസ്സായി കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല, അപ്പം നമുക്കത് ജസ്റ്റ് എടുത്തു വെക്കാം, എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ആലോചിച്ചിട്ട് ഇടണമെങ്കിൽ ഇട്ടാൽ മതി എന്ന് പറയും. അങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതുപോലെ ഒരുപാട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാത്ത ഒരുപാട് വീഡിയോസും ഉണ്ട്. പക്ഷെ അപ്പോൾ നമ്മളിങ്ങനെ ആ മൊമെന്റിൽ എന്തായാലും അത് എടുക്കാൻ തീരുമാനിക്കും, കാരണം അത് മിസ് ചെയ്തല്ലോ. എന്നിട്ട് ഞാൻ സഹകരിച്ച് നമ്മൾ ആ വീഡിയോ എടുക്കും. എടുത്തതിന് ശേഷം അതിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അതെന്നെ കാണിക്കും. അതെന്നെ കാണിച്ചിട്ട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ ചില സമയത്ത് എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും ആലോചിക്കാൻ വേണ്ടി. അപ്പം എല്ലാ വീഡിയോസും നമ്മൾ അപ്പം തന്നെ അല്ലല്ലോ ഇടുന്നത്, ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നത്. അപ്പം ഞാൻ ആലോചിച്ച് ഓക്കെ ഇതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിച്ച് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമാണ്, 2 പേരും കൂടെ ഓക്കെ ആവുന്ന വീഡിയോസ് മാത്രമേ നമ്മൾ പുറത്തിടാറുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ വീഡിയോ എടുത്തു വെക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. 8th question. What is your dream destination and when are you planning to go? എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ജപ്പാൻ ആയിരുന്നു. അത് ഞാൻ ഓൾറെഡി പോയി. ഇനിയിപ്പോൾ എനിക്ക് അടുത്തത് ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 കൺട്രി അല്ല, 1 കോണ്ടിനെൻ്റ് ആണ്. ഈ ലാറ്റിൻ അമേരിക്ക പോകണം. പ്ലാൻ ചെയ്തിട്ടുണ്ടോ പോകാൻ വേണ്ടി? പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ. എനിക്കങ്ങനെ ഐ മൈറ്റ് സൗണ്ട് എന്താ ഒട്ടും അംബീഷ്യസ് അല്ല ആഗ്രഹമില്ലാത്ത ഒരാളെ പോലെ തോന്നാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഇല്ല. ഇപ്പോഴത്തെ എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ പോയി വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കൂടെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അതുപോലെ അച്ഛൻ്റെ അമ്മയുടെയും നമ്മുടെ ഫാമിലിയുടെ ഫ്രണ്ട്സിൻ്റെയും കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ കറണ്ട് ഡ്രീം. അതല്ലാതെ പക്ഷേ ഈ ചോദ്യം ചോദിച്ച ആൾ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. സോറി, എനിക്ക് അങ്ങനെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഇല്ല. അല്ലെങ്കിൽ കുറേ ഉണ്ട്, അങ്ങനെ എടുത്തു പറയാൻ മാത്രം. ഇത് ജപ്പാൻ പോകുന്നതിന് മുമ്പ് ജപ്പാൻ എന്ന് പറയുന്ന പോലെ ഒരു രാജ്യം. ഡ്രീം ഡെസ്റ്റിനേഷൻ എനിക്ക് വേണമെങ്കിൽ ഇപ്പോഴും ജപ്പാനാന്ന് പറയാം. എനിക്ക് പോയിട്ട് മതിയായിട്ടില്ല, ഇനിയും പോകണമെന്നുണ്ട്. പക്ഷെ കുട്ടിയായിരിക്കും എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് ഈ സ്ലാം ബുക്ക് ഉണ്ടാവില്ലേ, ഫോർ സം റീസൺ എല്ലാവരുടെ ഓട്ടോഗ്രാഫിൽ ഞാൻ പൊതുവെ എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് ആണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ സിനിമയിലും ഈ ബുക്കിന്റെ പുറംചാട്ടയിലൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു. ഞാനൊരു 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെ ആരെന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ചോദിച്ചാലും ഞാൻ സ്വിറ്റ്സർലൻഡ് ആയിരുന്നു എഴുതാറ്. നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഇനി നമുക്ക് ചേഞ്ച് ഓഫ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ, നമുക്ക് ഫൈനൽ ഡെസ്റ്റിനേഷന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് വരെ നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അതാണ് ഈ മൗഡർ സ്ലോട്ട് കാസൽ അല്ലേ, ആംസ്റ്റർഡാമിന്നൊരു 20 minutes ട്രെയിൻ റൈഡ് ആയിരിക്കും. നേരിട്ട് ട്രെയിൻ എത്തില്ല, പിന്നെ ബസ്സിനോ പിന്നെ അല്ലാതൊക്കെ വരേണ്ടി വരും. എന്നാലും ഭയങ്കര അടുത്തുള്ള ഒരു കാസലാണ്, എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു കാസലാണ്. 9ാമത്തെ ചോദ്യം. When did you had the first idea for this YouTube channel? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യൂട്യൂബ് ഒരു ബൂം ആയി തുടങ്ങിയ സമയമുണ്ടല്ലോ, 2019. ആ സമയത്ത് ഞാൻ ജർമ്മനിയിലായിരുന്നേ.
അപ്പോൾ അന്ന് മുതൽ ഞാനും ഫ്രണ്ട് അന്നയും കൂടെ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും റാൻഡം സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് ഹലോ ഗായ്സ് എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തോണ്ടിരിക്കുമായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ നാട്ടിൽ പോയി ആ സമയത്ത് ഞാൻ ഇതേപോലെ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും ഇങ്ങനെ വീട്ടുകാരെ കാണിക്കുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിനെ കാണിക്കുക എന്നല്ലാതെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് ആ വീഡിയോകൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളൊരു 100K സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് അന്ന് ഞാൻ എങ്ങനെ തുടങ്ങി എന്നുള്ള വീഡിയോ 100K ആവണം അതിന്. അതെ, അതുകൊണ്ട് ഇപ്പൊ എന്താ ഇതിന് എന്ത് മനസ്സിലാക്കാം, പെട്ടെന്ന് 100K എത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ പോസ്റ്റ് ആവും. ബേസിക്കലി കാര്യമായിട്ട് ചെയ്തല്ല, ഒരുമാതിരി സ്പൂഫ് ചെയ്യുന്ന പോലെയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പൊ കുറെ എല്ലാത്തിന്റെയും ഒരു മോക്കറി പോലെ വാട്ട്സ് ഇൻ മൈ ബാഗ്, ട്രാവൽ വിത്ത് മീ, ഔട്ട്ഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചുമ്മാ സാധനങ്ങൾ. ഐ മീൻ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ മഹാഭാഗ്യത്തിന് എനിക്ക് അത് പ്രശ്നമില്ലാത്തത് കൊണ്ട് ഞാനത് അന്ന് മുതലേ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിലിൻ്റെ കൂടി നമ്മൾ നെതർലൻഡ്സിലെത്തി നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളിങ്ങനെ ഓക്കെ നമുക്കിത് എന്തുകൊണ്ട് പ്രൊഫഷണൽ ആക്കിക്കൂടാന്ന് ഞാൻ ചിന്തിക്കുന്നത്. കല്യാണം കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഉള്ള ഒരു പീരീഡിലാണ് ഞാൻ അറിയുന്നത് ഇവളിങ്ങനെയുള്ള കുറേ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതും അതെന്നെ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എന്നെ കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് കണ്ടിട്ടില്ല, പക്ഷെ അതിന് എനിക്ക് മനസ്സിലായി ഇവർക്ക് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത്. എനിക്കാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം നമ്മൾ രണ്ടുപേരുടെയും ആ എബിലിറ്റീസ് അങ്ങ് കമ്പൈൻ ചെയ്തു. അതാണ് ഇവിടെ ഉണ്ടായത്. കൃത്യമായി പറഞ്ഞ ഒരു 1-2 കൊല്ലം മുന്നേ നമ്മൾ വിചാരിച്ചു ഒരു യൂട്യൂബ് ചാനലായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലായിടത്തും ഉണ്ട്. ഈ നെതർലൻഡ്സിന് മാത്രമല്ല, മലയാളികൾ കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, അതായത് എന്താണ് നമ്മുടെ ഒരു ഫോട്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് കാലം ഗവേഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു 1.5 മാസം നമ്മൾ തല പുകഞ്ഞാലോചിച്ചു. നമ്മൾ ട്രാവൽ മാത്രം ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പൊ PhD റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് അങ്ങനത്തെ ചെയ്യണോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തുടക്കത്തിൽ നമ്മുടെ വീഡിയോ കണ്ടറിയാം വേർട്ടിക്കൽ ആയിരുന്നു നമ്മൾ വീഡിയോ എടുത്തത്. അതെ അതെ, ആ ഫോർമാറ്റ് വെർട്ടിക്കൽ ഫോർമാറ്റിൽ കണ്ടിന്യൂ ചെയ്യാന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ കുറെ ഐഡിയാസ് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു മാസം ഒന്നല്ല, ഒരു 4-5 മാസം നമ്മളിതിങ്ങനെ എന്ത് ചെയ്യാം എങ്ങനെ ചെയ്യാന്ന് ആലോചിച്ച് ഇവൻ നൗ വി ആർ എക്സ്പെരിമെന്റിങ്. പക്ഷെ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ അല്ലാത്തത് അല്ലെങ്കിൽ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സാധനം നിങ്ങളെ കാണിക്കണം എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഞങ്ങൾ എന്തിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണോ, എന്താണ് നമുക്ക് താല്പര്യമുള്ളത്, അത് മാത്രമേ നമ്മൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. അത് മറ്റുള്ളവർക്കും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാക്കേജ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും എങ്ങനെ അത് മറ്റുള്ളവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നതെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ മീൻ ഇപ്പോഴും ആ ഫേസ് ഞങ്ങൾ സ്ട്രഗ്ലിംഗ് ആണ്. നമ്മളും ഇങ്ങനെ നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഫുള്ളി ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല ഏത് രൂപത്തിൽ ഏത് പാക്കേജിൽ ഈ ഐറ്റം ചെയ്യണം എന്നുള്ളത്. നമ്മളും ഇപ്പൊ ഈ ഒരു വ്ളോഗ് തന്നെ കണ്ടില്ലേ, ഇത് ഞങ്ങളുടെ ഒരു എക്സ്പെരിമെന്റൽ വ്ളോഗാണ്. Q&A ഇരുന്ന് എടുക്കാതെ ട്രാവൽ ചെയ്തോണ്ട് ഒരു Q&A ചെയ്താലോ എന്നുള്ളത്. അതുപോലെ നമ്മളിങ്ങനെ നമ്മുടെ ചാനലിന്റെ മെയിൻ തീം ആയിട്ടുള്ള ട്രാവലിന്റെ കൂടെ ആ ഐഡിയയുടെ കൂടെ ഇതും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അപ്പൊ നമ്മൾ രണ്ടുപേരും, ഐ മീൻ മീ ബീങ് ആൻ എക്സ്പെരിമെന്റലിസ്റ്റ്, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ അതിന്റെ റിസർച്ച് കൊണ്ട് അപ്പൊ നമ്മൾ രണ്ടുപേരും അതിങ്ങനെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയില്ല ഇത് എവിടേക്ക് പോകുന്നത്. ഓക്കെ, 10ാമത്തെ ചോദ്യം. Has your relationship changed before and after YouTube? റിലേഷൻഷിപ്പ് ചേഞ്ച് ആയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് ഒരുമിച്ച് വർക്കാവുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. അപ്പോൾ അതിൽ ഓരോ സാധനവും നമ്മൾ ഫീച്ചർ ചെയ്യുന്ന ഓരോ സാധനങ്ങളും നമ്മൾ രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസാണ്. അപ്പം അത് കൂടുതൽ അടുത്തറിയാനാണ് എനിക്ക് പറ്റിയിട്ടുള്ളത്. എൻ്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് അച്ഛനും കൂടുതലായിട്ട് അറിയാനും അച്ഛന് താല്പര്യമുള്ള ഏരിയാസ് എനിക്ക് കൂടുതലായിട്ട് അറിയാനും പറ്റുവാണ് ഇത് ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ അഗ്രി വിത്ത് ദിസ്. പക്ഷെ നമുക്ക് ജീവിതത്തിൽ കുറേ ഫ്രീ ടൈം ഉണ്ടായിരുന്നു ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ. അപ്പോൾ ബേസിക്കലി സാറ്റർഡേ സൺഡേ ഒക്കെ ഫ്രീ ആണ്, ഈവനിങ്സ് ഫ്രീ ആണ്. അപ്പോൾ ഇങ്ങനെ ഈ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ചൊറിച്ചിലുകൾ ഉണ്ടാവുമല്ലോ, എനിക്ക് തന്നെ. അപ്പോൾ നമ്മൾ അടി ഉണ്ടാക്കുന്ന ഫ്രീക്വൻസി വളരെ കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ചൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമുക്ക് രണ്ടുപേരും മിസ് ചെയ്യും. ഇപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് വീഡിയോസ് അതിൽ എഡിറ്റ് ചെയ്യണം, ഞാൻ അതിന് എന്ത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ നോക്കണം. അപ്പം അങ്ങനത്തെ ആ ഒരു രീതിയിലേക്കും കൂടെ നമ്മുടെ ഫോക്കസ് വന്നപ്പം അല്ലാതെ വഴക്കുണ്ടാക്കുന്ന കുറഞ്ഞു. പക്ഷേ ഇപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ഇഷ്ടംപോലെ വഴക്കാവുന്നുണ്ട്. ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് വീട്ടിലിരുന്ന് സുഖമായി ഇരുന്ന് ഒരു കൗച്ചിലിരുന്ന് വീഡിയോ പ്രതീക്ഷിച്ച ഞാൻ ഇന്ന് ഈ കാറ്റത്ത് സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-12 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് ഇവിടെ എത്തി. അപ്പൊ അതൊക്കെയാണ്. പക്ഷെ സോഫാർ നമ്മുടെ റിലേഷൻഷിപ്പിൽ നല്ലത് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. യൂട്യൂബ് ചാനലിൽ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഇപ്പം തന്നെ ഈ മോഡൽ സ്ലോട്ട് കാസിൽ വരുന്നത് ഇത്ര 5ാമത്തെ 6ാമത്തെ തവണയാണ് ഞാൻ വരുന്നത്. ഇവള് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേ ബിഫോർ യൂട്യൂബ് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെയാണ് യൂട്യൂബിന് വേണ്ടിയും ചെയ്യുന്നത്. അതിപ്പം
കുറച്ചുകൂടെ എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്നേ ഉള്ളൂ. ഇനി എൻ്റെ വക 2 ബോണസ് ക്വസ്റ്റൻ ഉണ്ട്. അതായത് നമ്മൾ ലൊക്കേഷൻ മാറ്റാം. ആ ക്വസ്റ്റൻ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുതരാം. നീ എന്നോട് ചോദ്യം ചോദിക്കണം, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം. ഇത്രയും നമ്മൾ മറ്റുള്ളവർ ചോദിച്ച ചോദ്യവും നമ്മൾ ചോദിപ്പിച്ച ചോദ്യവും കേട്ടല്ലോ. ഇനി നമുക്ക് നിനക്ക് എന്നോടൊരു ചോദ്യം ചോദിക്കാം, എനിക്ക് നിന്നോടൊരു ചോദ്യം ചോദിക്കാം. ഞാൻ ആലോചിച്ചില്ല, ആലോചിക്കട്ടെ. പെട്ടെന്ന് ആലോചിക്കണം, അങ്ങനെ കുറെ ആലോചിക്കാന്ന് പറ്റില്ല. പെട്ടെന്ന് ഷെഡേന്ന് പറഞ്ഞ ചോദ്യം ചോദിക്കണം. ഓക്കെ, നമുക്കൊരു റെട്രോസ്പെക്റ്റീവ് പോലെ ചെയ്യാം. വാട്ട് വുഡ് യു ഹാവ് ഡൺ ഡിഫറെൻ്റ്ലി ഇൻ ദ ലാസ്റ്റ് 1.5 ഇയർ അല്ലെ 2 ഇയേഴ്സ്? നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ എന്ത് കാര്യമാണ് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം? ഇങ്ങനെയാണോ കമ്പനികളിലെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുക? ചെറുതായിട്ട്. ശരിയാ, ഓക്കെ. അയ്യോ പ്രശ്നമായല്ലോ, ഞാൻ നീ ഇങ്ങനത്തെ ഇന്റലക്ച്വൽ ചോദ്യം ചോദിക്കുന്നത് വിചാരിച്ചില്ല. ആ വിമാനമൊക്കെ പോയിട്ടോ. ഐ മീൻ ഞങ്ങൾ ചെയ്തത് എനിക്ക് പെർഫെക്റ്റ് ആയി തോന്നിയിട്ടൊന്നും അല്ല, പക്ഷേ ഐ തിങ്ക് നമ്മൾ നമ്മുടെ ഒരു പേസിലാണ് പോകുന്നത്. നമ്മൾ നിർബന്ധമായിട്ടും ഒരു വീഡിയോ ആഴ്ചയിലിടണം അല്ലെങ്കിൽ 2 വീഡിയോ ആഴ്ചയിലിടണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറ്റുന്ന പോലെ വീഡിയോ എടുക്കും. പിന്നെ ഈ പ്രോസസ്സ് കുറച്ചും കൂടെ എൻജോയബിൾ ആക്കാൻ ഞാൻ കുറച്ചും കൂടെ ശ്രമിച്ചേനെ. അതായത് ഇപ്പം കുറച്ചും കൂടെ ഫണ്ണാണ്. മറ്റേത് ഞാൻ ആദ്യത്തെ ഒരു ഫേസിൽ ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. വീഡിയോ എടുക്കുമ്പം അയ്യോ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു സാധനം എനിക്ക് വളരെ കൂടുതലുണ്ടായിരുന്നു. ഇതിനു മുന്നേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്നെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ആവണോ ഇങ്ങനെ ആവണോ, അത് ചെയ്താൽ ശരിയാവുമോ ഇത് ചെയ്താൽ ശരിയാവുമോ, അങ്ങനത്തെ ഞാൻ കുറച്ച് കോൺഷ്യസ് ആയിരുന്നു അങ്ങനത്തെ കാര്യങ്ങളിൽ. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഞാൻ കുറച്ചും കൂടെ ഒരു ഫണ്ണായിട്ട് ഈ സാധനത്തിന് എടുത്തേനെ. ഓക്കെ, നിന്നോടുള്ള ക്വസ്റ്റ്യൻ. എനിക്കറിയാം നീ ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 70% നമ്മുടെ കൂട്ടത്തിൽ എഫേർട്ട് ഇടുന്നുണ്ട്. നമ്മൾ ഇടുന്ന എഫേർട്ട് വളരെ കൂടുതലുമാണ്. ഐ മീൻ ഞങ്ങൾ വിചാരിക്കുന്നില്ല, ഇതിലും കൂടുതൽ എഫേർട്ട് ഇടുന്ന ഒത്തിരി പേരുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു റിസൾട്ട് കിട്ടാത്തപ്പം എനിക്ക് സങ്കടം വരാറുണ്ട്. ഐ മീൻ ഒരു ഞാൻ കുറച്ച് ഡീമോട്ടിവേറ്റഡ് ആവാറുണ്ട്. പിന്നെ ചില സമയത്ത് വീഡിയോ എടുക്കാൻ നേരത്ത് എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ അങ്ങനെ ഒരു തോന്നൽ വരാറുണ്ട്. നീ ഡീമോട്ടിവേറ്റഡ് ആവാറുണ്ടോ? ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണസ്റ്റ്ലി ഒരിക്കലുമില്ല. ഞാൻ പണ്ട് ഈ കോളേജിൽ ഫോട്ടോ എടുക്കുന്ന കാലം മുതൽ നമ്മൾ അന്ന് ഫോട്ടോ എടുത്ത് തുടങ്ങുന്നത് ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ വെൽ ആൻഡ് ഗുഡ് എന്നല്ലാതെ ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത് എൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. എനിക്കിഷ്ടപ്പെടുന്ന ഫോട്ടോസ് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ എൻ്റെ ക്രാഫ്റ്റ് ഇമ്പ്രൂവ് ചെയ്യുക, എൻ്റെ കയ്യിലുള്ള ക്യാമറയുടെ പൊട്ടൻഷ്യൽ വെച്ച് മാക്സിമം പൊട്ടൻഷ്യലിൽ എൻ്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതും എൻ്റെ ആ ഒരു ക്രാഫ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പുതിയ കാര്യം പഠിക്കുകയാണ്, ഞാൻ പുതിയ രീതിയിൽ എഡിറ്റ് ചെയ്ത് പഠിക്കുകയാണ്. എഡിറ്റിംഗ് ഞാൻ കൈവെക്കാത്തൊരു മേഖലയായിരുന്നു. അപ്പം അതിനകത്ത് ഓരോ സാധനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എവറി ഡേ ഞാൻ കൂടുതൽ ബെറ്റർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിപ്പോൾ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ യെസ് വെൽ ആൻഡ് ഗുഡ്, അപ്രിഷിയേഷൻ ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, എന്തൊക്കെയാണെങ്കിലും ഞാനിത് ചെയ്തുകൊണ്ടിരിക്കും. വാവ് പ്രൗഡ് ഓഫ് യു. ഐ മീൻ ഞങ്ങളിതൊരു പരസ്പര പൊക്കൽ സാധനമല്ല ഉദ്ദേശിച്ചത്, പക്ഷേ ഞാനത് ജെന്വിൻലി ഐ വോണ്ടഡ് ടു നോ. ഞാനിപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ Q&A അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞു, അവസാനിക്കുകയാണ്. പിന്നെ എന്നോട് നേരത്തെ എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ, ഞാൻ എൻ്റെ മലയാളം ഐ മീൻ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് അറിയുന്നില്ല, ഇംഗ്ലീഷ് അറിയില്ല. മലയാളം ഞാനിങ്ങനെ സെൻറ്റൻസ് മുറിച്ച് പറയുന്നതിന് പകരം കുറച്ചും കൂടെ സ്പഷ്ടമായി വൃത്തിയിൽ മലയാളം പറഞ്ഞിരുന്നെങ്കിൽ, കാരണം അതിൽ തന്നെ എപ്പോഴും കറക്റ്റ് ചെയ്യും. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ Q&A നമ്മളിവിടെ ഒഫീഷ്യലി അവസാനിപ്പിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയി വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കാണാം. ബൈ ബൈ.